ശബരിമല സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിൽ കൂടുതൽ തെളിവുകൾ. 2019 മാർച്ചിൽ സ്വർണ്ണപ്പാളി ചെന്നൈയിൽ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പൂജ നടത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. പൂജയിൽ നടൻ ജയറാം ഉൾപ്പെടെയുള്ള പ്രമുഖർ ഹൈക്കോടതിയോട് സമഗ്ര അന്വേഷണത്തിന് ആവശ്യപ്പെടുമെന്ന് ദേവസ്വം ബോർഡ്. സ്വർണം പൂശാൻ കൊണ്ടുവന്നത് ചെമ്പുപാളിയെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകന്റെ വെളിപ്പെടുത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാളെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യും. ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിന് പോലും സംരക്ഷണം കൊടുക്കേണ്ട അവസ്ഥയെന്നും മുഖ്യമന്ത്രി വാ തുറക്കണമെന്നും കോൺഗ്രസ്. ആരുടെയും സംരക്ഷണം ഏറ്റെടുക്കാനാകില്ലെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുമെന്നും CPM. പിണറായി സർക്കാരിന്റെ ചെമ്പ് പുറത്തു വന്നെന്ന് BJP. UN-ൽ പാക് പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങൾക്ക് ഇന്ത്യൻ വ്യോമസേനാ മേധാവിയുടെ മറുപടി. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ 5 F-16 ഉൾപ്പെടെ 10 വിമാനങ്ങൾ നഷ്ടമായെന്ന് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ കൃത്യമായ ലക്ഷ്യത്തോടെ നടന്ന യുദ്ധവിജയമെന്നും വിശദീകരണം. പാക് അധീന കശ്മീരിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. കരൂർ ദുരന്തം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് മദ്രാസ് ഹൈക്കോടതി. TVK അധ്യക്ഷൻ വിജയ്ക്ക് കോടതിയുടെ വിമർശനം. കരൂരിലേത് മനുഷ്യനിർമ്മിത ദുരന്തമെന്നും നിരീക്ഷണം. അണികളെ ഉപേക്ഷിച്ചയാൾക്ക് നേതൃഗുണമില്ലെന്നും കോടതി. ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട 2 ഹർജികൾ മദ്രാസ് ഹൈക്കോടതി തള്ളി. TVK സംസ്ഥാന ഭാരവാഹികൾക്ക് ജാമ്യമില്ല. തൃശൂർ പരിയാരം മേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം വാഗ്ദാനത്തിൽ ഒതുങ്ങുന്നു. കുന്നപ്പള്ളി കാഞ്ഞിരപ്പള്ളി പാലത്തിനുള്ള കാത്തിരിപ്പ് തുടരുന്നു. ചാലക്കുടി പുഴയിൽ നിർമ്മിക്കുവാനുള്ള പാലത്തിന് ഭരണാനുമതി ലഭിച്ചെങ്കിലും സാങ്കേതിക അനുമതിയില്ല. പ്രതിഷേധവുമായി നാട്ടുകാർ. ടോപ് 10 സ്പെഷ്യൽ.